ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ട്. നാടൻ കൂണാണ്. ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇത് നമുക്കൊരു നല്ലൊരു തോരൻ വയ്ക്കാം, നല്ല ടേസ്റ്റി ആയിട്ടൊരു തോരൻ വയ്ക്കാം. അതുപോലെ ഇത് വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇത് നമ്മുടെ പറമ്പിൽ നിന്നുണ്ടായതുകൊണ്ട് ഇത് കുറച്ച് മണ്ണൊക്കെ കാണും. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കണം. ചിലപ്പോൾ കീടങ്ങളോ ഒക്കെ കാണും. അത് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇത് കണ്ടോ, നല്ല കൂണാണ്, നല്ല ടേസ്റ്റുള്ള കൂണാണിത്. അപ്പോൾ ഇത് ആദ്യമായി ഉണ്ടാക്കുന്നവർക്ക് ഉപകാരമാവും. അതുകൊണ്ടാണ് ഞാനിത് ഒന്ന് പറയാമെന്ന് വിചാരിച്ചത്. ഇതുപോലുള്ള ഒരു 2 കൂണ് മതി നമുക്ക് ഒരു പാത്രം ചോറുണ്ണാൻ. ഇത് വിരിഞ്ഞ് വരുന്നതാണ്, അപ്പോൾ അധികം മൂത്തിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ കൂണ് വിരിഞ്ഞ് വന്നാൽ ആ ദിവസം തന്നെ എടുക്കണം. ഒരു ദിവസം കൂടി നിർത്തിയിരുന്നാൽ അതിൽ കീടങ്ങൾ വരികയും പിന്നെ അത് നശിച്ചു പോവുകയും ചെയ്യും. കളറെല്ലാം ചേഞ്ച് ആവും, വിഷമായിട്ട് മാറുകയും ചെയ്യും. അതുമാത്രമല്ല, എല്ലാ കൂണും ഭക്ഷ്യയോഗ്യമല്ല. അപ്പോൾ മുതിർന്ന ഇത് അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് മാത്രമേ കൂൺ ഉപയോഗിക്കാവുള്ളൂ. ഇനി നമുക്ക് മണ്ണൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് വരാം. എല്ലാം ഞാൻ വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കഴുകുമ്പോഴേക്കും അത് ഇങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞു പോകും കേട്ടോ. ഇപ്പം ഞാൻ അതിൻ്റെ മണ്ണ് പുരണ്ട ഭാഗമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ കണ്ട അതിൻ്റെ പുറത്തെ തൊലി ഒന്ന് പൊളിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. കണ്ടോ, ഇതിങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അകത്ത് ഫയൽ. അല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കത്തിയൊക്കെ വെച്ചിട്ട് ആ തണ്ടൊന്ന് ചുരണ്ടി അതിൻ്റെ നല്ലപോലെ ഒന്ന് വൃത്തിയാക്കണം. 1, 2 ഉള്ളെങ്കിൽ നമ്മൾ അതൊക്കെ എടുക്കും. ഇത് കൂടുതൽ കിട്ടിയതുകൊണ്ടാണ് ഞാൻ അത്ര എടുക്കുന്നത്. ഇനി ഇതിൻ്റെ ആ മുകളിലെ കുട പോലെ ഇരിക്കുന്ന ഭാഗം കണ്ടോ, അത് കണ്ട, ഇത് ഒരു വഴുവഴുപ്പുള്ള ഭാഗമാണ്. അത് ഒരു സ്കിന്നാണ്. അത് നമ്മൾ എടുത്ത് കളയണം. അത് കളയുന്നതിന് ഇങ്ങനെ കത്തി വെട്ടി ഇങ്ങനെ ചുരണ്ടി കളഞ്ഞാൽ മതി. ഒരാൾ എളുപ്പത്തിൽ ചുരണ്ടി കളയാണ്ട് ഇതിങ്ങനെ ഒന്ന് മുറിച്ചിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി. അത് മറിച്ച് വെച്ചിട്ടൊന്ന് മുറിക്കുക. കാണിച്ചു തരാം ഒന്നുകൂടെ. ഇങ്ങനെ തിരിച്ച് വയ്ക്കുക, എന്നിട്ടുണ്ട് ഇങ്ങനെ മുറിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ തൊലി അത് ഇളകിങ്ങി വരും. എന്നിട്ട് ആ സ്കിൻ അങ്ങ് എടുത്ത് കളയുക. കണ്ടോ, ആ ഭാഗത്ത് മണ്ണോ പിന്നെ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അത് നമ്മൾ കളയുന്നത്. ഇനി ഇത് അങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഇടാം. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കീടങ്ങൾ കാണും കേട്ടോ. ആ ഒരു പിന്നെ ലെയേഴ്സ് പോലെ ഇരിക്കത്തില്ലേ, അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഈ കറുത്ത കളറിലെ ഒരു ചെള്ളു പോലെ ഒരു സാധനം വരാൻ ചാൻസ് ഉണ്ട്. ഉറുമ്പ് കാണും. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒലച്ച് കഴുകണം. വെള്ളത്തിലിട്ട് നല്ലപോലെ വെള്ളത്തിൽ കുറച്ച് വേറെ വെള്ളം എടുത്ത് വെച്ചിട്ട് കൂണ് ഒലച്ച് കഴിയുമെങ്കിൽ മാത്രമേ ഈ കൂണ് വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇത് ഈ തണ്ടിൻ്റെ മുകളിൽ ഒരു വഴുവഴുപ്പ് കാണും. അത് കത്തി വെച്ചിട്ട് ഒന്ന് ചുരണ്ടി കളഞ്ഞാൽ മതി. അപ്പോൾ ആ മണ്ണോ ആ വഴുവഴുപ്പോ ഒക്കെ പോകും. കൂണിൻ്റെ കുട പോലിരിക്കുന്ന ഭാഗം നമ്മൾ കഷ്ണങ്ങളൊന്നും ആക്കണ്ട. അത് വലുതായിട്ട് കിടന്നാലും കുഴപ്പമില്ല. പക്ഷേ ഈ തണ്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയെങ്കിൽ ഇതിന് കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കഷ്ണങ്ങളാക്കി തന്നെ ഇടണം. അതുപോലെ തന്നെ ഇതിനകത്തൊക്കെ എന്തെങ്കിലും കീടമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ, ഈ ഭാഗത്തൊക്കെ. പിന്നെ ഈ കൂണ് നിറച്ച് അങ്ങ് വെള്ളം പിടിക്കും. ഇത് ഫുള്ള് പിന്നെ നമ്മൾ കഴിയുമ്പോഴേക്കും ഇത് ഫുള്ള് വെള്ളം നന്നായിട്ട് അതിനകത്ത് പിടിക്കും. അപ്പോൾ ഈ വെള്ളം നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് കളയണം. പിഴിഞ്ഞ് കളയെന്ന് വെച്ചാൽ നമ്മൾ തുണി മുറിക്കുന്ന പിഴിയുന്ന പോലെയൊന്നും അല്ല. സ്പോഞ്ചിൽ വെള്ളം മുക്കിയിട്ട് അതെങ്ങനെയാണ് നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്ത് പിഴിഞ്ഞ് കളയില്ലേ, അതേപോലെ ഇത് പിഴിഞ്ഞ് കളയണം. അങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞെന്ന് അത് കാണിക്കാൻ പറ്റിയില്ല. ഇതിനി അങ്ങനെ പിഴിഞ്ഞെന്ന് ആ വെള്ളം കളഞ്ഞിട്ട് വേണം ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റാൻ. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട്, അപ്പോൾ ഈ കൂണെപ്പോൾ നമ്മൾ ഏത് കൂണ് എങ്ങനെ കറി വെച്ചാലും അതിലേക്ക് ഏറെ മഞ്ഞൾ ചേർക്കണം. നാടനല്ല, ഇനി നമ്മൾ വാങ്ങിക്കുന്നതാണെങ്കിൽ കൂടി നിറച്ച് നല്ലപോലെ മഞ്ഞൾ ചേർത്ത് ഉപ്പും ചേർത്തൊന്ന് വേവിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അല്ലെങ്കിൽ എണ്ണയിലൊന്ന് വഴറ്റി കുറച്ച് സമയം ഒന്ന് ആ രണ്ടും കൂടെ മാത്രം ഇട്ട് മഞ്ഞൾ മാത്രം അതിനകത്തോട്ടൊന്ന് പിടിച്ച് കിട്ടുവാണെങ്കിൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അതും കൂടെ മാറിക്കിട്ടും. ഇതിനി അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. വെള്ളം ഒഴിക്കരുത്. നമ്മൾ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞാലും പിന്നെയും അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും. കണ്ടോ, വെള്ളം ഉണ്ടല്ലോ അതിൻ്റെ അടിയിൽ. അപ്പോൾ ഇത് ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പിന്നെ പീസ്, അതിൻ്റെ തണ്ടുണ്ടല്ലോ, അത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ കൂണ് വെന്തു എന്ന് മനസ്സിലാക്കാം. കണ്ടോ, ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ഇടാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് വെള്ളം ഒന്ന് വറ്റിച്ചതിന് ശേഷം 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ അതായിരിക്കും കൂണിൻ്റെ ഒറിജിനൽ ടേസ്റ്റ്. കൂണ് മെഴുക്കുവരട്ടി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിവിടെ തോരനാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് കുറച്ച് തേങ്ങയും അതിലേക്ക് കുറച്ച് കറിവേപ്പില, ചെറിയ ഉള്ളി, 2 കഷ്ണം വെളുത്തുള്ളി, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അത് കൂണിലേക്ക് ചേർത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം. കുരുമുളക് പൊടി മസ്റ്റാണ്, ഓപ്ഷനല്ല. പിന്നെ കുറച്ച് മുളക് പൊടി ഞാൻ ഒരു കളറിനായിട്ട് ചേർക്കുന്നുണ്ട്. അത് പക്ഷേ ഓപ്ഷനിലാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുക. അത് ചേർക്കുമ്പോൾ ഇതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും. ഈ പെരിഞ്ജീരകമൊക്കെ ചേർക്കുന്നതല്ലേ, അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് വരും. ഉപ്പ് വേണമെങ്കിൽ അതും കൂടെ കുറച്ച് ചേർത്തിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം.
തേങ്ങയുടെ പച്ചമണം മാറാനായിട്ട് 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അതിൻ്റെ വെള്ളമയെല്ലാം മാറിക്കഴിയുമ്പം കുറച്ച് ഉള്ളി ഏറെ ഇട്ടിട്ട് കടുക് താളിച്ചും കൂടെ ചേർക്കാം. നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള കൂണ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ തോരൻ മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. ഇതിൻ്റെ കൂടെ വേറെ ഒരു കറി കൂട്ടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അപ്പോഴാണ് ഈ കൂണിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി.